ഒരിക്കൽ ഗൗതമ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യവേ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അധിക്ഷേപിക്കാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ബുദ്ധൻ പ്രതികരിച്ചില്ല. ബുദ്ധൻ ശാന്തനായി നിശബ്ദനായി തന്റെ ശിഷ്യന്മാരോടൊപ്പം നടന്നുകൊണ്ടേയിരുന്നു. ആ മനുഷ്യൻ വീണ്ടും ഗൗതമ ബുദ്ധനെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ പൂർവികരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ടും ബുദ്ധൻ അദ്ദേഹത്തിന് ഒരു പ്രതികരണവും നൽകാതെ ശാന്തനായി നടന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ചുറ്റുമുള്ള ആളുകളും ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വ്യക്തിക്ക് ഉത്തരം നൽകാത്തത്? കുറച്ച് സമയത്തിന് ശേഷം ആ വ്യക്തി സ്വയം ശാന്തനായി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നമുക്ക് ആരെങ്കിലും ഒരു സമ്മാനം നൽകിയാൽ അത് എടുക്കണോ വേണ്ടയോ എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നാം അത് സ്വീകരിച്ചാൽ അത് നമ്മളിലേക്ക് വരുന്നു. നമ്മൾ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നൽകിയ അതേ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുപോലെ ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നത് എന്റെ തീരുമാനമാണ്. നമ്മൾ ഒരിക്കലും പെട്ടെന്ന് പ്രതികരിക്കരുത്. നമ്മൾ എപ്പോഴും ശാന്തരാവുകയും ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുകയും വേണം. ഇത് ഏറ്റവും മോശമായത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്തു. ബുദ്ധന്റെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആ വ്യക്തി ലജ്ജിച്ച് ഉടനെ ബുദ്ധന്റെ കാൽക്കൽ വീണു. അയാൾ ബുദ്ധനോട് ക്ഷമ ചോദിക്കുവാൻ തുടങ്ങി. ബുദ്ധൻ അവനോട് ക്ഷമിച്ചുകൊണ്ട് തന്റെ യാത്ര തുടർന്നു.